ladies and gentlemen, welcome back to another ride. നേരം രാവിലെ 5 സംതിങ് ആയിട്ടുള്ളൂ, അതായത് 5 മണി, ഏകദേശം അല്ല 5:20 അങ്ങനെ. അതിരാവിലെ 2 മണിക്കൂർ നേരം ഉറങ്ങിയിട്ടുള്ളൂ. ഇന്നലെ രാത്രി ഒരു ക്യാമ്പിംഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇടാം. ഇന്ന് കുറച്ച് ഓഫ് റോഡ് ഫൺ, മിക്കവാറും താഴെ വീണ് പോകാനുള്ള ചാൻസുകളൊക്കെ കൂടുതലാണ്. ഇതെല്ലാം ബാലൻസ്ഡ് ആണെന്ന് വിചാരിക്കുന്നു, വെയിറ്റുകളൊക്കെ ബാലൻസ്ഡ് ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി ലെറ്റ്സ് സീ. ഞാൻ ഈ ബോക്സ് വെക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇൻ കേസ് താഴെ വീഴുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയ കവേർഡായിരിക്കും. അപ്പോൾ ബോക്സ് ഞാൻ ആലോചിച്ചാൽ തന്നെ ഇരുന്നോട്ടെ, ബാക്കി നോക്കാം, വരുന്നിടത്ത് വെച്ച് നോക്കാം, അത്ര ഇതേ പറയാൻ പറ്റൂ. ജസ്റ്റ് നമുക്ക് പെട്രോൾ അടിക്കണം, അവിടെ എത്തിയിട്ട് അടിക്കാം. നമ്മുടെ മീറ്റപ്പ് പോയിൻ്റ് കുദ്രയാണ്. ഈ ABS ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യുന്ന അതൊന്നും നോക്കണമല്ലോ. ഇത് ട്രാക്ഷൻ കൺട്രോൾ ഓഫ്, ഓക്കെ ഗുഡ്. പിന്നെ ABSൻ്റെ സ്വിച്ച് ഇവിടെ എവിടെയോ ഉണ്ട്, അത് അവിടെ എത്തിയിട്ട് നോക്കാം. എന്തായാലും പമ്പിൽ പോയിട്ട് നോക്കാം. ആൻഡ് ലെറ്റ്സ് ബിഗിൻ. ലെറ്റ്സ് ഗോ. വണ്ടി കഴുകിയിട്ടില്ല. വണ്ടി നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തതിൻ്റെ മോട്ടോ ഹബിൽ നിന്ന് വണ്ടി കഴുകാനുണ്ട്. അത് അന്ന് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പെൻഡിങ് വെച്ചതാണ്. അത് പോയിട്ട് ഇനിയിപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് കഴുകാം, ഇന്നോ നാളെ എങ്ങനെ പോയിട്ട്. അറിയാലോ, നമുക്കധികം ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്, ഇങ്ങനെയൊക്കെ അങ്ങ് പോയി നോക്കാം, ബാക്കി നോക്കാം. സോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അനദർ റൈഡ്. നേരെ വന്ന് നമ്മൾ കയറുന്നത് സിഗ്നലിലാണ്. എന്തായാലും നന്നായി, കാരണം ചാർജർ ഒന്ന് കണക്ട് ചെയ്തേക്കാം. പിന്നെ അവിടുന്ന് ചാർജർ നമുക്ക് ഊരി വെക്കേണ്ടി വരും. തൽക്കാലത്തേക്ക് ഇപ്പോൾ ചാർജർ കുത്തി വെച്ചാൽ ഓക്കെ, കാരണം സ്ക്രീൻ ഓൺ ആയിട്ടിരിക്കുക, അപ്പോൾ ചാർജ് വേഗം ഇറങ്ങും. തൽക്കാലത്തേക്ക് അപ്പോൾ അത് എല്ലാം സെറ്റ് ചെയ്തേക്കാം. ബാക്കിലൊരു ഡിഫൻഡർ നല്ല വെളിച്ചം അടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ മെയിൻ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ആദ്യം കുദ്ര ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. അവിടെ ചെന്നിട്ട് എല്ലാവരും എത്തിയിട്ട് അവിടുന്ന് ഈ കുദ്ര ഓഫ് റോഡ് ലൂപ്പ് ഉണ്ട് അത്ര, ഈ ഓഫ് റോഡ് ലൂപ്പ് ടു ലവ് ലേക്ക്, അതാണ് നമ്മുടെ ഇന്നത്തെ റൂട്ട്, ഓഫ് റോഡ് റൂട്ട്. അപ്പോൾ കുറച്ച് സാൻഡും ഒക്കെയാണെന്നാണ് പറഞ്ഞത്, പക്ഷേ ബിഗിനർ ഓഫ് റോഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. നമ്മൾ പിന്നെ അൾട്രാ ബിഗിനർ ആയതുകൊണ്ട് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്നേ പറയാൻ പറ്റൂ. പിന്നെ ഇന്ന് നമ്മൾ ഈ ഒരു ക്യാമറ കൂടെ വെച്ചിട്ടുണ്ട്, കാരണം ഓഫ് റോഡ് പോകുമ്പോൾ എൻ്റെ ഒരു POV കൂടെ കിട്ടുവാണെങ്കിൽ നൈസാണ്. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വീഴുക അല്ലെങ്കിൽ എന്തെങ്കിലും മൊമെൻറ്റ്സ് കിട്ടുവാണെങ്കിൽ ആ സാധനം ഇരിക്കട്ടെ. ഇവിടുന്ന് ഇനി 33 മിനിറ്റാണ് ഇവിടുന്ന് സമയം. അങ്ങോട്ട് 5:45 മീറ്റപ്പ് ടൈം, പക്ഷേ 6 മണിക്കാണ് അവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റോൾ ഔട്ട് 6 മണിക്കാണ്. അപ്പോൾ നമ്മൾ 5:56 അവിടെ എത്തും. അപ്പോൾ വി ആർ നോട്ട് ടു ലേറ്റ്, അധികം ലേറ്റ് അല്ല. പക്ഷേ ലെറ്റ്സ് ഗോ, പോയിട്ട് നോക്കാം. ഈ രാവിലെ എണീക്കാനാണ് പാട്, രാവിലെ പൊങ്ങി കിട്ടാനാണ് പാട്. എണീറ്റ് കഴിഞ്ഞ് വണ്ടി എടുത്ത് ഇറങ്ങിയ പിന്നെ ആ ഒരു മൂഡിലോട്ട് ഇറങ്ങും. പക്ഷേ ആ ഒരു ബെഡിൽ കിടക്കുമ്പോൾ അലാറം അടിക്കുമ്പോഴുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഓഹ് എന്തിനാ ഈ സാധനം. ചില സമയത്തൊക്കെ അലാറം കേൾക്കുമ്പോൾ തോന്നും എന്ത് ഈ ഒച്ച കേൾക്കുന്നതെന്ന്, എന്തിനാ ഞാൻ എണീക്കുന്നതെന്നൊക്കെ തോന്നും. ട്രാക്ഷൻ കൺട്രോൾ ഇപ്പോൾ ഓഫാണ്. ഓക്കെ, ട്രാക്ഷൻ കൺട്രോൾ ഇപ്പോൾ ഓൺ ചെയ്യാൻ പോകും. അപ്പോൾ അത് ട്രാക്ഷൻ കൺട്രോൾ അവിടെ. ABSൻ്റെ സ്വിച്ച് എവിടെയോ ആണ്. ഇതാണ് ABS, അതാണ് ABS. നമുക്ക് നോക്കാം ABS. പക്ഷേ ETC എന്ന് പറഞ്ഞ സിമ്പിൾ അവിടെ ഉണ്ടല്ലോ, നോക്കാം. പച്ച കത്തിരിക്കുന്നു, ലെറ്റ്സ് ഗോ. ABS ട്രാക്ഷൻ കൺട്രോൾ ഓഫാക്കിയിടുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഓഫ് റോഡ് പോകുമ്പോൾ കുറച്ചുകൂടെ കൺട്രോൾ നമ്മുടെ കയ്യിലിരിക്കാൻ ബെറ്റർ. പക്ഷെ എന്തായാലും നോക്കാം, ബാക്കിയൊരിടത്ത് നോക്കാം. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മുടെ പഴയ വീഡിയോസ്, ഇതിന് തൊട്ട് മുന്നുള്ള സീരീസ് കണ്ടവർക്കറിയാം, നമ്മുടെ ഒരു ഒമാൻ ട്രിപ്പ് അവിടെ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ ആ ഒമാൻ ട്രിപ്പ് റെസ്യൂം ചെയ്യാനുണ്ട്. അത് ഈ വരുന്ന ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം എടുത്തിട്ട് നമ്മൾ ഒമാൻ ഹത്ത ബോർഡർ വഴി കയറണം. അപ്പോൾ ഇതിന് മുന്നേ വന്നിട്ടുള്ള പ്രശ്നം, ആ സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഇല്ലെങ്കിൽ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ, എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കസബിലേക്ക് പോകാൻ വേണ്ടി കോർഫക്കാൻ ബോർഡർ, റസഹൈമ ബോർഡർ പിടിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് എൻ്റെ പുതിയ പാസ്പോർട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല ICPയിൽ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ തിരിച്ചു വിട്ടു, പോകാൻ പറ്റില്ല, ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൂടുതൽ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ അത് ആ ഒരു ബോർഡറിൽ മാത്രമുള്ള ഇഷ്യൂ ആണെന്നാണ്. ഹത്ത ബോർഡർ വഴി കയറുവാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് നമുക്ക് ട്രൈ ചെയ്യണം. അടുത്ത പ്രാവശ്യം ഒന്ന് ഹത്ത ബോർഡർ വഴി ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. കാരണം ICPയിൽ അപ്ഡേറ്റ് ചെയ്യാൻ 250 ദിർഹംസോ 280 ദിർഹംസോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആ കാശുണ്ടെങ്കിൽ നമുക്ക് നേരെ ബോർഡർ ക്രോസ് ചെയ്ത് ഇൻഷുറൻസ് കൊടുത്ത് എക്സിറ്റ് ചെയ്ത് കുറച്ച് പെട്രോൾ അടിക്കാനുള്ള കാശും എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആലോചിച്ചു, അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അതാകുമ്പോൾ ഒരു ട്രിപ്പും കിട്ടും, ഈ സംഗതി ഒന്ന് അപ്ഡേറ്റ് ആവും ചെയ്യും, എല്ലാം ആ ഒരു ബോർഡർ ക്രോസിങ്ങിൽ അങ്ങ് നടക്കും. അപ്പോൾ അതാണ് അടുത്ത പ്ലാൻ. അതൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാശ് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യിക്കേണ്ടി വരും. അപ്പോൾ
അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോകാതിരിക്കട്ടെ, പോവില്ല എന്നാണ് ഇതുവരേക്കുള്ള അറിവ്. അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ആൻഡ് നമ്മൾ 311 ജോയിൻ ചെയ്തു. 311 ജോയിൻ ചെയ്തിട്ട് നേരെ കുതിര പിടിക്കാം. ആൻഡ് ആഹാ, നല്ല രസമുള്ള മോർണിംഗ്. ഇത്ര നേരത്തെ ഇറങ്ങി ഓടിക്കാൻ രസമാണ്. ഇത് എണീറ്റ് കിട്ടണം, ഈ രാവിലെ എണീറ്റ് കിട്ടണം, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊള്ളാം. ചന്ദ്രൻ, ഫുൾ ചന്ദ്രൻ. ഹലോ ഹലോ. പെട്രോൾ മുതൽ ഹാഫ് ടാങ്ക് ഉള്ളൂ, ഫുൾ ടാങ്ക് വേണ്ടി വരും എന്നുള്ള റൈഡിൻ്റെ പ്ലാനിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ചെയ്തേക്കാം. സിഗ്നൽ ഇടുന്നു, ചെക്ക് ദ മിറർ, ഒന്ന് തല തിരിച്ച് നോക്കുക, ഓൾ ക്ലിയർ, ഗോ സ്ട്രൈറ്റ്, സിഗ്നൽ ഓഫ്, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്നത്തെ റൈഡ് ഓർഗനൈസ് ചെയ്യുന്നത് സ്ട്രിക്ട്ലി ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഇപ്പോൾ റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ നിതിൻ ബ്രോ ഒക്കെ, നമ്മുടെ കവാസാക്കിയിലുള്ള നിതിൻ, ഞാനന്ന് കുറച്ച് മുന്നേ ഒക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിതിൻ കവാസാക്കി അവരെല്ലാവരും ഒരു ഒറ്റ ഡീലർഷിപ്പാണ്, കവാസാക്കി, ട്രയംഫ്, അതുപോലെ മോട്ടോമോർണി, ഇതെല്ലാം. അപ്പോൾ നിതിൻ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പാണ്, അവരുടെ ഫസ്റ്റ് ഏറ്റവും ആദ്യത്തെ റൈഡാണെന്ന്. അപ്പോൾ പിന്നെ നമ്മളെന്തായാലും ചെന്നിട്ടൊന്ന് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തേക്കാം. പിന്നെ എന്തായാലും നമുക്ക് ഓഫ് റോഡ് എന്തായാലും ഇറങ്ങി തുടങ്ങണം. കാരണം ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ റോഡുകൾ സെയിം റോഡുകളെ പിന്നെ ഓടുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ പുതിയ ഓഫ് റോഡുകളും പുതിയ എക്സ്പീരിയൻസസും എന്തായാലും വേണം. അപ്പോൾ എന്തായാലും നമ്മൾ അതിന് ഇറങ്ങാമെന്ന് വെച്ചു. ഇപ്പോൾ ലെൻസിൽ എന്തുണ്ടല്ലോ പണി കിട്ടിയത്, അടിപൊളി. എനിവേസ്, അപ്പോൾ പോയിട്ട് നിതിൻ അതുപോലെ മോട്ടോമോർണിയുടെ ഒരു അഡ്വഞ്ചർ ബൈക്ക് എടുത്തിട്ടുണ്ട്. ഏതാ കറക്റ്റ് മോഡൽ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇന്ന് പറ്റുകയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് എടുത്ത് ഓടിക്കും വേണം. പക്ഷേ ഇന്ന് നമ്മുടെ മെയിൻ ഗോൾ നിതിൻ്റെ വണ്ടി വെച്ചിട്ട് എന്തായാലും നമുക്കൊരു എപ്പിസോഡ് എന്തെങ്കിലും ചെയ്യണം മോട്ടോമോറിൻ്റെ. അതുപോലെ ട്രയംഫ് സ്പീഡ് 400 ആരോ ചോദിച്ചിട്ടുണ്ട്, അതും ഞാൻ നിതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. നിതിൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ചെയ്യണം. ഇന്ന് നമ്മുടെ മെയിൻ ഗോൾ ഇതാണ്, ജസ്റ്റ് ഒന്ന് പരിചയിക്കുക. ഈ ഓഫ് റോഡ് എന്ന് പറയുന്ന സംഗതി ഒന്ന് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ആവണം. ഒരു ആഫ്രിക്ക ടൂർ ഉണ്ടായിട്ട് നമ്മൾ ഓഫ് റോഡ് പോയില്ല എന്ന് പറയാൻ അയ്യേ. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാം. ലെറ്റ്സ് ഗോ. പഠിക്കണം. ഓഫ് റോഡ് രസമാണ്, വൈബാണ്. അതിൻ്റെ ആ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മളിതേ കുതിര റോഡിലോട്ട് എത്തി. ഏകദേശം ഇവിടെയൊക്കെ എത്തുമ്പോൾ ഈ ഒരു ഫീൽ കിട്ടുമ്പോൾ മനസ്സിലാവും കുതിര റോഡിലോട്ട് എത്തി. റൈറ്റ് സൈഡിൽ മൊത്തം ഇതുപോലെ മണലും മരങ്ങളും, ലെഫ്റ്റ് സൈഡിൽ അവിടെ ഒരു സൈക്ലിംഗ് ഏറും പോകുന്നു. അവിടെ സൈക്കിൾ ട്രാക്കാണ്. ഞാൻ പണ്ട് ഇവിടെ സൈക്ലിങ്ങിന് പോയിട്ടുണ്ട്. അതേ സൈക്ലിംഗ് സൺഡേ ഏർലി മോർണിംഗ് സൈക്ലിംഗ് ടൈമാണ്. കുറേ സൈക്ലിങ്ങിൻ്റെ അടുത്ത ഗ്രൂപ്പ് അവിടെ പോകുന്ന ദൂരെ ആ കാണുന്നത് സൈക്ലിംഗ് ട്രാക്ക്. ആ സൈഡിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ ട്രാക്ക് റൈറ്റ് സൈഡിലാണ് ഇങ്ങനത്തെ ഏരിയ. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഏരിയ ആയിരിക്കും ഇന്ന് നമ്മൾ ഓഫ് റോഡ് പോകുന്നത്. ഇതാണെന്നാണ് പറഞ്ഞത്, സാൻഡാണെന്നാണ് പറഞ്ഞത്. നമുക്ക് തീരെ ഗ്രാവല് പിന്നെയും ഏകദേശം പിടിച്ചു നിൽക്കും തോന്നുന്നു നമ്മുടെ ടയർ. സാൻഡ് തീരെ പിടിച്ചിട്ടില്ല. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇതൊക്കെ കുറേയൊക്കെ റൈഡറിൻ്റെ സ്കില്ലാണ്. ഞാനിവിടെ ഇരുന്ന് ഈ ടയറിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇരിക്കത്തേ ഉള്ളൂ. ഇറങ്ങി ചെയ്യുന്നേ, വേറെ വഴിയൊന്നുമില്ല. വീഴാനുള്ളത് വീഴുക, ചെയ്ത് പഠിക്കുക, അത്രേ പറ്റുള്ളൂ. ബാക്കി പിന്നെ നമുക്കൊരു എന്താ പറയുക, ടയർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഇത് വരുമ്പോൾ, ടൈം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് വരുമ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യാം. എൻ്റെ ഇപ്പോൾ ഉള്ളത് ബ്രാൻഡ് ന്യൂ ടയേഴ്സോ. പിന്നെ അതുമല്ല ഇതിന് ടൂറിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതേ പോകുന്നൊരു വണ്ടി. ഷഹീറാണോ അത്? ഷഹീറിൻ്റെ അതുപോലെ ഷഹീറിൻ്റെ സെയിം വണ്ടി, ബ്രാൻഡ് ന്യൂ ടയേഴ്സ്. അതായത് 1 വർഷം പഴക്കമായിട്ടുള്ളൂ ഈ ടയർ. പിന്നെ ഞാൻ ഓഫ് റോഡ് ടയർ ഇട്ട് പിന്നെ നമ്മൾ ഈ ഒമാൻ ട്രിപ്പും കാര്യങ്ങളെല്ലാം പോകുമ്പോൾ പിന്നെയും കാരണം അതിൽ കൂടുതൽ റോഡല്ലേ വരുന്നത് ടൂറിങ് ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാനൊരു ഓഫ് റോഡിലോട്ട് ഇപ്പോൾ ചിന്തിക്കാത്തത്. ഇപ്പോൾ ഈ ഒരു ടയർ വെച്ചിട്ട് നമുക്ക് ഓഫ് റോഡൊക്കെ അങ്ങ് പോകാം. ബാക്കി പിന്നെ വരുന്നോട് വെച്ച് നോക്കാം. പിന്നെ ഇത് മാറ്റാറാകുമ്പോൾ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 70-30 ഏതെങ്കിലും നോക്കിയിട്ട് കുറച്ചുകൂടെ ഒരു ഓഫ് റോഡ് ഗ്രിപ്പുള്ള സാധനം, രണ്ടിനും കൂടെ പറ്റുന്ന രീതിയിൽ ഓൾ ടെറൈൻ ഏതെങ്കിലും കിട്ടും നോക്കാം. നല്ല രസമുള്ള റൗണ്ട് അബൌട്ട്. ഇവിടുന്ന് അങ്ങോട്ടാണ് തോന്നുന്നത് ഡമാക് ഹിൽസ് 2. ഡമാക് ഹിൽസ് തന്നെയല്ലേ? അത് ഡമാക് ഹിൽസാണ്. ഈ റൗണ്ട് അബൌട്ടിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെയൊക്കെ പണിത് വെക്കും. നല്ല രസം. എയ്സ്തെറ്റിക് ബേബി, എയ്സ്തെറ്റിക്. ഇവിടെ നിന്ന് ഇനി 10 മിനിറ്റ് കൂടെ ഉണ്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് എത്താൻ. നേരെ ചെന്ന് ആദ്യം
നമ്മൾ പെട്രോൾ അടിക്കും. അത് കഴിഞ്ഞ് ഒരു വാഷ്റൂമിൽ പോകാനുള്ള ടൈം ഉണ്ടെങ്കിൽ വാഷ്റൂമിലൊന്ന് കയറും. കാരണം ഇന്നലെ വൈകുന്നേരം, അതായത് വൈകിട്ട് ഇന്നലെ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ നല്ല സ്പൈസി പെരി ചാർക്കോൾ ചിക്കനും സ്പൈസി ഫ്രൈസും ഡൈനമൈറ്റ് സോസ് നല്ല അടിച്ച് കയറ്റി തന്നെ. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ക്യാമ്പിങ്ങിന് പോയി ഇന്നലെ രാത്രി. ക്യാമ്പിംഗ് അല്ല, ജസ്റ്റ് പോയിട്ട് ഹാഫ് ഡെസേർട്ടിൻ്റെ ആ ഭാഗത്ത്, ഹാഫ് ഡെസേർട്ടിൻ്റെ അവിടെ തന്നെ തോന്നും. എന്തായാലും ഒരു സൈഡിൽ ഞങ്ങൾ ഇതൊക്കെ വെച്ച് ബിരിയാണിയൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച്, അതും രാത്രി ഇരുന്ന് നല്ല ചിക്കൻ ബിരിയാണിയും കഴിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തി ഒരു 2 മണിക്കൂർ അങ്ങനെ ഉറങ്ങി എണീറ്റ് ഇപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ബാക്കിയുള്ള പ്രാഥമിക കർമ്മങ്ങൾക്കൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഓഫ് റോഡിന് പോയി ബുദ്ധിമുട്ടുന്നതിനും നല്ല ഓഫ് റോഡിന് ഇറങ്ങുന്നതിന് മുന്നേ അതങ്ങ് തീർക്കുക. അപ്പോൾ പോയിട്ട് നോക്കാം എന്താ അവസ്ഥ. 8 മിനിറ്റ് കൂടെ, ലെറ്റ്സ് ഗോ. സൂര്യൻ നല്ല ഉദിച്ചിരിക്കുന്നു. ഇപ്പം അങ്ങ് മേലൊക്കെ പൊങ്ങിയുള്ളൂ. കൊള്ളാം. സൂര്യനെ അൽഖുദ്ര സ്ട്രീറ്റ്. 4 മിനിറ്റ് കൂടെ, ലെറ്റ്സ് ഗോ. ലവ് ലേക്ക് ഇത്ര കാലമായിട്ട് 11 വർഷമായി ദുബായിൽ. ഇതുവരെ ഞാൻ ലവ് ലേക്ക് പോയിട്ടില്ല. ഇന്ന് അങ്ങനെ ആദ്യമായി നമ്മൾ അതും കവർ ചെയ്യാൻ പോകുന്നു. ഇന്ന് കുറച്ച് SUV വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ബൈക്സ് മാത്രമല്ല, ഏതൊക്കെ 2-3 SUV കൂടെ ഉണ്ട് നമ്മുടെ ഇന്നത്തെ ഓഫ് റോഡ് ലൂപ്പിൽ. ഈ ഒരു സാധനം എനിക്ക് എത്രത്തോളം മൗണ്ടിനെ കുറിച്ച് പറയണത്, ഈ സ്പെസിഫിക് മൗണ്ട് എന്നല്ല, ജനറലി ഏത് മൗണ്ടും ഈ സ്റ്റെബിലൈസേഷൻ, എന്താ പറയുക, വൈബ്രേഷൻ ഡാംപർ എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ശരിക്കും നോക്കുവാണെങ്കിൽ ഈ സാധനം ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുക. അതായത് വൈബ്രേഷൻ ഉണ്ട്. മറ്റേ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ എങ്കിൽ കുറേയൊക്കെ അത് ബാലൻസ് ഔട്ട് ചെയ്ത് പോകും. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഇത് ഫോണിനെ അഫക്റ്റ് ചെയ്യും. ഡാംപർ ഉണ്ടെങ്കിൽ ഫോണിനെ അഫക്റ്റ് ചെയ്യും. ആർക്കെങ്കിലും ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്ത് ഫോൺ കേട് വന്ന എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും അറിഞ്ഞിരിക്കണം അത് ഏത് മൗണ്ടായിരുന്നു, ഡാംപർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ, ഡാംപർ ഉണ്ടായിട്ടും കേട് വന്നോ, ഫോണിൻ്റെ സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ ഡാംപർ. കാരണം ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാൻ സമയത്ത് ഫോണ് ക്യാമറ വീഡിയോ എടുക്കുന്ന സമയത്ത്, എസ്പെഷ്യലി സൂം ചെയ്ത് 2x സൂം ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഒരു ഫ്ലിക്കറിങ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഇതിൻ്റെ ആണോ അത് ആ സമയത്ത് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഗ്ലിച്ച് ആണോ എന്നുള്ളതൊന്നും അറിയില്ല. അത് നോക്കണം. പക്ഷെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം എനിക്ക് തോന്നുന്നത് ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഈവൻ ഡാംപർ വെച്ചാൽ തന്നെ എന്നാലും അതിൻ്റെ എഫക്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നേരെ ചെന്ന് ആദ്യം എണ്ണടിച്ചേക്കണം. രാവിലെ തന്നെ ഇതൊക്കെ സൈക്ലിംഗ് വണ്ടികൾ കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ടോ. സൈക്ലിങ്, അതുപോലെ റണ്ണേഴ്സൊക്കെ. പെട്രോൾ അടിച്ചേക്കാദ്യം. വിഷ്ണു ബ്രോ എത്തിയിട്ട്. മോർണിംഗ്, ഹൗ ആർ യു ബ്രോ? Good. Super full. Yeah, that's good. Thank you bro. Thank you. നല്ല രസമുള്ള സൈക്കിൾ. ഗോൾഡൻ ഫിനിഷും ബ്ലാക്കും ഗോൾഡനും. അതിൻ്റെ സീറ്റൊക്കെ നമുക്ക് ബ്രൗൺ ലെതറാണ് തോന്നുന്നു. അപ്പോൾ നമുക്കിനി സ്വീകരണ സ്ഥലത്തോട്ട് നീങ്ങാം. അങ്ങോട്ട് കയറാൻ വേറെ വഴിയുണ്ടോ നോക്കാം. അങ്ങനെ കയറണോ? സത്യം, ഞാനത് ആലോചിച്ചില്ല. താങ്ക് യു. മോർണിംഗ്. കീർത്തി രാവിലെ തന്നെ. മോർണിംഗ് ഹൈദർ. ഒരു 360 വാങ്ങണം. എനിക്കൊരു 360 വാങ്ങണം എന്ന് പറയാം. ഏതാ? അതെ, ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇറങ്ങാറായി. അതെ, ബ്രോയുടെ ഹിമാലയൻ. ഇതാണ് നമ്മുടെ നിതിൻ ബ്രോയുടെ മോട്ടോമോർണി ഹൈക്ക്. അപ്പുറത്ത്
ടൈഗർ 900 റാലി പ്രോ. അതിനപ്പുറത്ത് വേറൊരു മോട്ടോമോറിനി 700, പിന്നെ കീർത്തിയുടെ NC 750. ബ്രോ ഇത് എക്സ്ട്രാ വെച്ചതാണോ കാർപ്ലേയുടെ? ഓ ഇതിൻ്റെ തന്നെ. ആ ഓക്കെ. ഓ കൊള്ളാലോ. ആ ഓ ബുള്ളറ്റ് വരും അത്. ഹാർലി ഫുൾ ടാങ്കൊക്കെ ആക്കി എല്ലാം സെറ്റാണ്. യു റെഡി ടു റോക്ക്. എല്ലാവരുടെ കയ്യിലുള്ള ഒരു സാധനമാണ് 360, നമ്മുടെ കയ്യിലില്ലാത്തതും. ഇത് 2 മോട്ടോമോറിന് നമ്മുടെ ഫ്രണ്ടിൽ. ട്രയംഫ് ഹിമാലയൻ പൊളിക്കും കേട്ടോ. ഇതിന് പറ്റിയ സാധനം ഹിമാലയൻ. ആ ബ്രോ ആണ് നമ്മുടെ റേഞ്ച് റോവർ നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് ഗോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വി സ്റ്റാർട്ട് ദി അഡ്വെഞ്ചർ. ആ റോയൽ എൻഫീൽഡ്, അയ്യോ ആ വണ്ടിയുടെ സൈഡ് താഴെ തട്ടി. ക്രൂയിസർ അതാണ് എൻ്റെയും ചില സമയത്ത്. വേറെ നമുക്ക് പരിചയമില്ലാത്ത വണ്ടികൾ എടുക്കുമ്പോഴൊരു സ്ട്രെസ്സ്, ടെൻഷൻ. ഇനി സൈഡ് എങ്ങാനും താഴെ തട്ടുമോ എന്നുള്ളൊരു സ്ട്രെസ് വരുന്നത്. ലവ് ലേക്ക്, കുത്ര ലേക്സ് നമുക്ക് ടിൻറ്റഡ് വൈസർ ഓണാക്കാം. ഈ ക്യാമറ എങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് എണീറ്റിരിക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് പൊക്കി വെക്കാം. ലെറ്റ്സ് ഗോ. ദിസ് ഈസ് ഗോണ ബി എ ഫൺ വൺ. വൈസർ ഡൗൺ. ആ പോകുന്ന ട്രാക്കാണ് 50 കിലോമീറ്ററിൻ്റെ കുതിരയിലെ സൈക്ലിംഗ് ട്രാക്ക്. ഇതേ പോകുന്നു ആ പറവകൾ. ആഹാ. അപ്പോൾ ആ 50 കിലോമീറ്റർ പണ്ട് ഞാൻ ചെയ്ത് ഓർമ്മയുണ്ട്. 50 കിലോമീറ്ററിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ നമ്മളത് റൈഡ് ചെയ്ത് തുടങ്ങും, നല്ല ആവേശത്തിൽ റൈഡ് ചെയ്ത് തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. ആ അവിടെ വണ്ടി തട്ടിയല്ലോ. ആ ഷിറ്റ്. 20 കിലോമീറ്റർ കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ, അതായത് 50 കിലോമീറ്ററിൻ്റെ ഒരു ലൂപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 20-25 കിലോമീറ്റർ ആയാൽ പിന്നെ ഒരു വഴിയില്ല. പിന്നെ ആർക്കും വന്ന് പിക്ക് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഡെസേർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഈ ട്രാക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ 25 കിലോമീറ്റർ തിരിച്ചോടിക്കുക, അല്ലെങ്കിൽ 25 കിലോമീറ്റർ മുന്നോട്ട് ഓടിച്ച് ഫിനിഷ് ചെയ്യുക. ഇത് രണ്ടും അല്ലാതെ ഒരു വഴിയില്ല. അപ്പോൾ പകുതി എത്തിക്കഴിഞ്ഞാൽ 50 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യല്ലാതെ വേറെ ഒരു രക്ഷയില്ല. നമ്മുടെ ബാക്കത്തെ ബോക്സ് ഇത് തന്നെയല്ലേ, ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. കറക്റ്റ് എന്ന് പറഞ്ഞൊരു ഒച്ച കിട്ടും. ഒന്നുകൂടെ ഒന്ന് നോക്കാൻ വേണേ. അവിടെ എത്തിയിട്ട് നിർത്തുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം. സൈക്ലിസ്റ്റ്, അത് ഫീമെയിൽ സൈക്ലിസ്റ്റ് അല്ലേ. ലെറ്റ്സ് സീ. അതിൻ്റെ ഇടയിൽ മറ്റേ ഇതുണ്ട്, സാൻഡ്. അപ്പോൾ അവിടെ ഈ ടയർ പോകുമോ എന്നുള്ള സംശയം എന്നാണ് നിതിനും പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. ആർക്കെങ്കിലും കവാസാക്കി ട്രയംഫ് മോട്ടോമോറിനി ഇതിൻ്റെ എന്തെങ്കിലും ഇൻഫർമേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ നിതിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. താഴെ നമ്പർ കൊടുക്കട്ടെ എന്ന്. അപ്പോൾ നിതിൻ അത് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നിതിൻ്റെ നമ്പർ ഞാൻ താഴെ തരാം. അപ്പോൾ ഈ 3 ബ്രാൻഡിൻ്റെ എന്താണെങ്കിലും നിതിനൊന്ന് വിളിച്ചാൽ മതി, പറഞ്ഞാൽ മതി. ടോസ്റ്റ് ട്രോട്ടലിൻ്റെ വീഡിയോ ഒന്ന് നമ്പർ കിട്ടിയതാണ്. നമുക്കൊരു വിലയിരിക്കട്ടെ. കമോൺ. ഞാൻ ഫോൺ അവിടെ നിന്ന് എടുത്തിട്ട് ഒഴിവാക്കി. ഓഫ് റോഡല്ലേ, വെറുതെ റിസ്ക് എടുക്കണ്ടേ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ കാർഡോയും ഓഫ് ചെയ്തു, കാരണം ഒരു ശല്യം വേണ്ട ഈ നേരത്ത്. അതായത് സൺഡേ ഇത്ര മോർണിംഗ് ആരും ശല്യം ചെയ്യണ്ട. നമുക്ക് റൈഡ് എൻജോയ് ചെയ്ത്, റൈഡെല്ലാം കഴിഞ്ഞിട്ട് ആളുകൾ ശല്യം ചെയ്യാൻ തുടങ്ങാം. അതാണ് നല്ലത്. അതുവരെ എൻജോയ്. അവിടെ ഇത് വെച്ചോ, റെസ്റ്റിംഗ് ഏരിയ ആണോ? അതെ, ക്യാമറ എന്തോ ഒരു ചെറിയ ഹട്ട് പോലെ, എന്തോ കഫേ വല്ലോ വേണമെന്നോ. വിൻ്ററിനൊക്കെ പൊളിക്കുക, കഫേയിലൊക്കെ പോയിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച്. ഇനി അടുത്ത, ഇപ്പോൾ സമ്മർ തുടങ്ങി, ഇനിയിപ്പോൾ അടുത്ത വിൻ്ററിലോട്ട് എത്താനുള്ള സമയം. കമാൺ. ഒരു ജീപ്പ് നമ്മുടെ സൈഡിൽ കൂടെ വരുന്നുണ്ട്. നല്ല ടയറൊക്കെ പുറത്തോട്ട് തള്ളി, നല്ല പക്ക ഒരു ഓഫ് റോഡ് ജീപ്പ്. ഗ്ലാഡിയേറ്റർ പൊളി. ഈ ഏരിയ നമ്മൾ വന്നിട്ടേ ഇല്ല കേട്ടോ, ബൈക്കും കൊണ്ട് വന്നിട്ടേ ഇല്ല. വന്നിട്ടുണ്ടോ ഇനിയിപ്പോൾ രാത്രി? കാരണം നമ്മൾ ഒരു വിധമല്ല രാത്രി റൈഡ് ചെയ്യുന്നതുകൊണ്ട് ചില സമയത്ത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അതേ പോകുന്ന വളഞ്ഞു പോകുന്ന കുഞ്ഞു ട്രാക്ക്, അതാണ് സൈക്ലിംഗ് ട്രാക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയൊക്കെ ഇതിൻ്റെ പകുതി നടുവിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു കാറിന് പോലും വന്നിട്ട് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. അലൗഡെല്ലാം തോന്നുന്നു. പക്ഷേ ഇങ്ങനെ കാറ് വണ്ടി കയറ്റി ഓടിക്കാം. എനിക്ക് തോന്നുന്നില്ല കാറിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ആളെ പിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ എനിക്ക് അറിഞ്ഞൂടാ അതിൻ്റെ സംഗതി എങ്ങനെയാണ്.
കാരണം അന്ന് ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അന്ന് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കാറും കൊണ്ട്, പക്ഷേ വരാൻ പറ്റുമില്ല എന്ന് ഡൗട്ട് ആയതുകൊണ്ട് ഒന്നും നടന്നില്ല. പിന്നെ ഞാനത് ചവിട്ടി തീർത്ത് ബാക്കി. ദേ അവിടെ 3 ജീപ്പുകൾ കൊടിയൊക്കെ വെച്ച്, അല്ലേ, ഒരു ബ്രോങ്കോയും 2 ജീപ്പാണോ? അതെ. ഇവിടെയാണ് റോഡ് ടയറിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവുന്നത്. എത്തി നമ്മുടെ ഓഫ് റോഡ് ലൂപ്പ് എത്തിയിരിക്കുന്നു. ഇത് വലിയ കുഴപ്പമില്ലാത്ത ഓഫ് റോഡാണ്. ഇനി വേണമെങ്കിൽ കുറച്ച് പൊക്കി വെച്ചേക്കാം. നമുക്ക് വണ്ടി നിന്ന് ഓടിച്ച് പരിചയിച്ചേക്കാം. ത്രോട്ടിൽ സ്മൂത്ത് ത്രോട്ടിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾക്ക് ക്ലച്ച് ഇല്ലാത്തതുകൊണ്ട് അധികം അത് പറ്റില്ല. ചില സമയത്ത് അങ്ങ് കയ്യിൽ നിന്ന് എടുത്തു പോകുന്നുണ്ട്. നമ്മൾ ബ്രേക്കും ത്രോട്ടിലും വെച്ചിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് വീഡിയോസ് കണ്ട് ഓഫ് റോഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോസ്. അപ്പോൾ നീ ബെൻഡായിരിക്കണം, എൽബോ ബെൻഡായിരിക്കണം, പിന്നെ 2 നീയും നമ്മുടെ ടാങ്ക് ഇത് ഹഗ് ചെയ്തിരിക്കണം. എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഈ ക്യാമറ ആംഗിൾ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടെന്നുള്ളത്. ഇത് വേണമെങ്കിൽ ഒന്ന് പൊക്കി വെച്ചേക്കാം. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, നോക്കാം. ദിസ് ഈസ് ഫൺ. പിന്നെ വൺസ് യു ഗെയിൻ ദ മൊമെൻറ്റം യു സ്റ്റേ വിത്ത് ഇറ്റ്. ലെറ്റ്സ് ഗോ. ഇതങ്ങനെ ഹാർഡ് ഓഫ് റോഡ് നോട്ട് യെറ്റ്. കുറച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയില്ല, പക്ഷേ ഇതുവരേക്കും വലിയ പ്രശ്നമില്ല. അതായത് പറഞ്ഞതാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടതാണ്. ഒരു മൊമെൻറ്റം കിട്ടിയാൽ അതങ്ങനെ ത്രോട്ടിൽ സോഫ്റ്റ് ത്രോട്ടിൽ വെച്ചിട്ട് അങ്ങനെ പോകണം. പെട്ടെന്നുള്ള പിടുത്തം, പെട്ടെന്നുള്ള കൊടുപ്പ്, ഇത് രണ്ടും ഒഴിവാക്കണമെന്നാണ് കണ്ടത്. ഇന്ന് കാഫ് മസിൽസിന് നല്ല വർക്കൗട്ടായിരിക്കും. കുറച്ചൊന്ന് റഫ് പാച്ച് ആവാൻ തുടങ്ങി. സാൻഡ് വരുമ്പോഴാണ് ഒരു ടെൻഷൻ. So far good. സാൻഡാണ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് പരിചയിച്ചെടുക്കേണ്ടത്. അവിടെ ബ്രോ വണ്ടി നിർത്തിയോ? ആ ഓഫ് റോഡ് പാച്ച് എങ്ങനെ ഉണ്ടെന്നാവോ? ഇനി ഇവിടുത്തെ റിട്ടേൺ അടിക്കാനാണോ എന്താണ് സത്യത്തിൽ? അല്ല, ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. ഓ, നല്ല വ്യൂ, നൈസ് വ്യൂ. വ്യൂ കൊള്ളാം.
വെറുതെ നിർത്തിയതാന്ന് തോന്നുന്നു. ഇനി മുന്നോട്ടാണോ? എനിക്കിപ്പോഴും ഈ സാൻഡ് ഒരു ടെൻഷനാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോർണി 700. ഒരു ഫോണിലൊരു കുഞ്ഞു ക്ലിപ്പ് എടുത്തേക്കാം. നിതിൻ ബ്രോയാണ് പോയത്. ഇതേ നമ്മുടെ SUV, കൂടെയുള്ള SUV നമ്മുടെ വണ്ടി. അടുത്ത ബ്രോ എനിക്കൊന്ന് ഫ്രണ്ടിൽ തന്നെയാ. എങ്ങോട്ടാ? അങ്ങോട്ട് തന്നെയോ? ആ കോൺഫിഡൻസ് കിട്ടണം. ഇപ്പോൾ നിതിൻ ബ്രോ പോയ കോൺഫിഡൻസ് കിട്ടണം. Let's go. ഇതിൽ മെയിൻ കുറേയൊക്കെ കോൺഫിഡൻസ് വെച്ചിട്ടാണ് കുറേയൊക്കെ പോകുന്നത്. ഫ്രണ്ട് ഒന്ന് പാളി. വരിയായിട്ട് പോകാം, അതാണ് നല്ലത്. അയ്യോ, ഈ ഫ്രണ്ട് വീല് പാളുന്നതാണ് ഒന്ന് ശരിയാവേണ്ടത്. കുറച്ച് കഴിഞ്ഞാൽ ഡെസേർട്ട് സാൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. പോയി നോക്കാം. പക്ഷേ ഇതൊരു പ്രാക്ടീസ് ട്രാക്കാണ് ബേസിക്കലി. സാൻഡ് ഈ സാൻഡാണ് റിസ്ക്. സ്റ്റോപ്പ്. ഇതൊരു ടാസ്ക് ആയിരിക്കും. ഈ സാധനം തുഴഞ്ഞെത്തുമോ എന്നാണ്. അങ്ങോട്ടാണോ? ആ, നമുക്ക് തിരിച്ചാണോ ബോള്? ഞാനിങ്ങനെ ഒന്ന് എടുത്തു നോക്കാം. വീണ വണ്ടി പൊക്കി എടുത്തിട്ടാ പോക്കാം. നല്ല പാളല. കിടിലം പാളല. കമോൺ, we got this. ഡമ്മേ, റോഡ് ടയറാ, പ്രോപ്പർ റോഡ് ടയറാ. നല്ല പാളുന്നുണ്ട്. വെൽക്കം ടു ദി അഡ്വഞ്ചർ. സാൻഡ് റൈഡിങ്. ഈ സാധനം ഗ്രിപ്പ് പിടിക്കുന്നേ ഇല്ല. നല്ല പാളുന്നു എന്ന് പറഞ്ഞാൽ നല്ല പാളുന്നു. ഈ ക്യാമറ ഗോപ്രോ വേറെ എവിടെയെങ്കിലും മൗണ്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ താഴെ മൗണ്ട് ചെയ്ത് വെച്ചാൽ. പക്ഷെ ഇത് ഇനിയിപ്പോൾ അതൊക്കെ ഊരി മൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നൈസായിരിക്കും കാണാൻ. നമ്മുടെ എല്ലാവരുടെ വണ്ടിയിലും പ്രശ്നം അതാണ്. കീർത്തിയുടെയും നമ്മുടെയൊക്കെ ഈ ടൈഗറും എല്ലാം റോഡ് ടയറാണ്.
ഓഫ് റോഡ് ടയർ, ഇങ്ങനത്തെ പരിപാടിക്ക് എന്തെങ്കിലും ഓഫ് റോഡ് വേണം. ഒന്ന് ശരിക്കും ഫീൽ ചെയ്തു. അല്ലെങ്കിൽ പിന്നെ നല്ല സ്കില്ല് വേണം. അതെന്തായാലും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുന്ന അഡ്വാൻറ്റേജ് ടയർ മാറ്റിയിട്ട് കുറച്ചുകൂടെ ഓഫ് റോഡ് കേപ്പബിൾ ടയറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ മെയിൻ ടാർഗറ്റ് ടൂറിങ് ആയതുകൊണ്ട് അധികം നമ്മളത് നോക്കുന്നില്ല. റേഞ്ച് റോവർ ഡിസ്കവറി, ഏത് LR4 ആണ് ഇത്. പിന്നെ വണ്ടി ഹൈറ്റും ഉണ്ട്. പെട്ടെന്ന് എന്താ പറയുക, പൊക്കത്തിലിരിക്കുന്ന പോലെ. ചെറിയ വണ്ടി എന്തെങ്കിലുമൊക്കെ അറിയില്ല. ഇപ്പം ഞാൻ വെറുതെ കിടന്നിട്ട് പറയുന്നതാവും. ചെറിയ വണ്ടി ഓടിക്കുമ്പോൾ അറിയാം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഒരു വീഡിയോ എടുത്തേക്കാം ഫോണിൽ. നല്ല പാളുന്നുണ്ട് എൻ്റെ ടയറ്. ഏത്? ആ അതെ ആണോ? ഓ എൻ്റെ ആ സാധനം ഓഫ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഇവിടെ വലിയ കുഴപ്പമില്ല. ഈ ഒരു ടെറൈന് വലിയ പ്രശ്നമില്ല. സാൻഡ് കയറിയാൽ ഒഴുകുക ബോട്ട് പോലെ. തമ്മോ ഇതിൽ പോക്ക്. ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഇരുന്നിട്ടോ, പക്ഷെ ഇത് കൂടുതൽ നേരം ഈ ഒരു ഇരുത്തിരുന്നാലേ നടു തീരുമാനമായി കിട്ടും മിക്കവാറും. ഈ ഹാർഡ് സാൻഡിലൊക്കെ പോകുന്നവരെ സമ്മതിക്കണം കേട്ടോ. എസ്പെഷ്യലി സോഫ്റ്റ് സാൻഡിലൊക്കെ പോകുന്നവരെ. അയ്യോ ഇവരെ പാളുന്നു. നമ്മുടെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. Let's go. We continue the journey. അവിടെ നിർത്താനാണോ പറയുന്നത്? അയ്യോ സാൻഡ് പൊളിച്ച്. സാൻഡ് പൊളിച്ച്. Again. You again. ഇതിങ്ങനെ ഓടിച്ച് പഠിക്കണം. ഇങ്ങനെ ഓടിച്ച് പഠിച്ചാൽ തന്നെ ശരിയാവുള്ളൂ. നമ്മൾ ഇത് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. കമോൺ. 2 വീഴ്ച വീണാലും വണ്ടിക്ക് വലിയ പരിക്കുകളൊന്നും പറ്റാഞ്ഞാൽ ഓക്കെയാണ്. ഈ മണൽ കൂടൊക്കെ ഇങ്ങനെ ചാടി ഓടിക്കാൻ പറ്റാൻ ചെറിയ മണൽ കൂടെ ഓടിക്കാൻ പേടി. പിന്നെ വലിയ കുന്ന്. അയ്യോ ഡയലോഗ് കിടക്കാൻ അവിടെ കാല് പറ്റി പോയോ. ഒട്ടക്കങ്ങൾ. Ladies and gentlemen, we are back on track. Let's go. It's time to go. It's time to go. നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു കുഞ്ഞു ബ്രേക്കിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. കുറച്ചുകൂടെ മണലുണ്ടാവും എന്നാണ് കേട്ടത്. Let's see how it goes. Oh, നമ്മൾ ടിൻഡർ വൈസർ ഇട്ടില്ല. Wait. Let's go. Yes baby. റൈഡിങ് മോഡ് ഇവർക്ക് മോട്ടോമോർണിയിൽ മണ്ണിന് ഒരു മോഡ് അങ്ങനെയൊക്കെ ഉണ്ട്. എത്ര വണ്ടിക്ക് ഉണ്ടെന്ന് അറിയാം. ചിലപ്പോൾ എല്ലാ വണ്ടിക്കും പുതിയതൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് മണ്ണിന് പ്രത്യേക മോഡുണ്ട് അത്രേ. അപ്പോൾ അതാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അദ്ദേഹം അവിടെ ആരോ ക്യാമ്പ് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളുടെ സ്വകാര്യതയിലോട്ട് എൻ്റെ ക്യാമറ വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. ബട്ട് വാട്ട് ടു ഡു, ഇറ്റ്സ് എ പബ്ലിക് പ്ലേസ്. It's time to go. ഇങ്ങനെ ഇവിടെ വലിയ ഇങ്ങനെ എണീറ്റ് നിന്ന് ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ
ഇതൊന്ന് ശീലമാവണം, ഈ ഒരു ഓഫ് റോഡിങ്ങും ഈ ഒരു ബാലൻസിങ്ങും എല്ലാം. അതിപ്പോൾ ഇങ്ങനത്തെ സേഫ് റോഡിൽ ചെയ്ത് പഠിച്ചിട്ട് വേണം റിസ്കി റോട്ടിൽ ചെയ്ത് പഠിക്കാൻ. എനിക്ക് കോൺഫിഡൻസ് ഇപ്പോൾ പോരാ. സോ ഹിയർ വി ഗോ. വലിയ കുഴപ്പമില്ല കേട്ടോ, ക്യാമറ വെക്കണല്ലോ. ആകാശത്തോട്ട് POV, കമോൺ. ഇപ്പോൾ സെറ്റ്. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട കിനാശ്ശേരി. കാറ് ഹബീബി. എനിക്ക് ആകെ അത്രയേ ഉള്ളൂ, വീണാനൊന്നും കുഴപ്പം, വണ്ടിക്കോ എനിക്കോ ഒന്നും പറ്റാനും മതി, അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും. കാരണം ഇനി ഈ ഒരു ഇതിൻ്റെ പേരിൽ ഒരു ബ്രേക്ക് എടുക്കാനുള്ള ഒരു ഇത് ഇപ്പോൾ പ്ലാനില്ല. സമ്മർ എന്തായാലും ഇപ്പോൾ ഏകദേശം തുടങ്ങാറായി. മാക്സിമം നമുക്ക് റൈഡ് ചെയ്ത് മുതലാക്കും. ഓഹ്, ഇങ്ങനെ ഈ ഫുഡ് പാക്കിൽ നിന്നേ മറ്റേ കാല് എന്താ കാഫ് മസിൽസ് വേദന എടുക്കുന്നത്. എപ്പോഴും ദൂരേക്ക് നോക്കണം എന്നുള്ളതാണ്. റോട്ടിൽ ഓടിക്കുമ്പോൾ നമ്മൾ ദൂരേക്കാണ് നോക്കുന്നത്, പക്ഷേ ഓഫ് റോഡ് ഓടിക്കുമ്പോൾ ഇനിയും അത് ശീലമാവാനുണ്ട്. മരുഭൂമി കാഴ്ചകൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇരുന്ന് തന്നെ ഓടിക്കാം. ഇരുന്ന് ഓടിക്കുമ്പോൾ നമ്മുടെ നടു ലോവർ ബാക്ക് കിച്ചുന്നാകുന്നു. കാഫ് മസിൽസ് എന്തായാലും ബലം വെക്കും. ഇത് കാഫ് മസിൽസിന് പറ്റിയ വർക്കൗട്ടാണ്. ശകഞ്ച നല്ല രസമല്ലേ, രണ്ട് സൈഡിലും ഒന്നുമില്ല, കുറേ മലകളും. നമ്മളൊരു ഓഫ് റോഡ് എക്സ്പേർട്ട് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ടയറും ഇതെല്ലാം മാറ്റി ക്രാഷ് ഗാർഡ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഏരിയ കേട്ടോ. ഇപ്പോൾ ഈ റോഡ് അതുപോലെ സാൻഡ് എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ അങ്ങോട്ട് ഇറങ്ങുക രണ്ട് സൈഡിലോട്ട് വണ്ടിയും കൊണ്ട്, എന്നിട്ട് കുറേ കുന്തളിപ്പ് കാണിക്കുക. ഇത് തന്നെ അതല്ലേ ഓഫ് റോഡ്. ഓക്കെ, സാൻഡ് വരുന്നുണ്ട്. ഇനിയാണ് കഥ ആരംഭിക്കാൻ പോകുന്നത്. ആ സൈഡിൽ കൂടെ നോട്ടേ കൂടെ ഐഡിയ അങ്ങനെ കയറാൻ പറ്റുമോ? അങ്ങനെ കയറിയാൽ സൈഡിൽ കൂടെ കയറാനാണ് നിതിൻ പറയുന്നത്. വേണ്ട, സൈഡ് വലിയ കുഴപ്പമില്ല കേട്ടോ. ആ വണ്ടി കാറ് പോകുന്നത് കണ്ടിട്ട് വലിയ പ്രശ്നം തോന്നുന്നില്ല. ഒരൊറ്റ എടുക്കാൻ നിതിൻ ബ്രോ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടല്ലോ. Yes baby, we got it almost. എണീറ്റ് നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇരുന്ന് തന്നെ ഓടിക്കുന്നു. അമ്പോ, ഇല്ല, ഇത് തള്ളി കയറ്റേണ്ടി വരും.
ഓ ഹിമാലയം നല്ല ഈസി ആയിട്ട് കയറിയല്ലോ. വാ ഗുഡ് ജോബ് മാൻ. തമ്പേ ഓ ആ ഇടല് വിടേണ്ടി വരുമോ? ആ we got this. Traction control off. Oh my god. This is going to be whew. Range Rover ECPC. ഇത് പൊളിക്കും. നമ്മുടെ ക്യാമറ ഒരു കാര്യം ചെയ്യും, ഈ ക്യാമറ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്തേക്കാം. ഇടയ്ക്ക് താഴോട്ട് വെച്ചാലോ? ഇങ്ങനെ വെച്ചാൽ എങ്ങനെ ഇരിക്കും? പക്ഷെ ബാക്ക് കിട്ടിയാൽ നൈസായിരിക്കും അല്ലേ? എൻ്റെ ABS ഓണാണോ ഓഫാണോ? ക്യാമറ എങ്ങനെ സെറ്റ് ചെയ്യുമെന്നാണ് ഞാൻ നോക്കുന്നത്. വെയിറ്റ്, ഇതിൽ നിന്നൊരു സിനിമാറ്റിക് വൈബ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ. നമുക്ക് ഇങ്ങനെ പോവാം. Let's go. We got this. We got this. ആശാന്മാർ ബംഗാളി ചേട്ടന്മാർ എന്തൊക്കെയാ പറയുന്നുണ്ട്. എന്താ ബ്രോ? ആ സാൻഡാ തോന്നുന്നു. നിതിന് വന്നോട്ടെ, എന്നിട്ട് നോക്കാം. ഇവിടെ പാർക്ക് ചെയ്യാം. ആ ഓ നിതിൻ പോകുന്ന പോക്കൊക്കെ. ആശാനവിടെ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞേ. ഫ്രണ്ടിക്ക് മൊത്തം സാൻഡാന്ന് തോന്നുന്നു. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് അതെന്തായാലും സാൻഡാണ്. നമ്മുടെ ഹിമാലയൻ ബ്രോ ഞാൻ പറഞ്ഞില്ല, ഹിമാലയൻ പൊളിയാവുന്നതിന്. പക്ഷെ കുറച്ച് സ്കില്ലും കൂടെ വേണം, അതാണ് പ്രശ്നം. എൻ്റെ കയ്യിൽ ഹിമാലയം കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ആഹാ പൊടിയും. ഇതാണ് മോനെ ഓഫ് റോഡ് ട്രിപ്പ്. ഓ മോട്ടോമോറിനി ഫ്രണ്ടിൽ എന്താണ് അവസ്ഥ നോക്കാൻ പോവാ. റേഞ്ച് റോവർ ഉണ്ടാകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആശാൻ ഹീസ് ഹാവിങ് ഫൺ. നമുക്ക് ടയർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഓടിച്ചിട്ട് കളിക്കാനോ.
ചകഞ്ച. ആ നമ്മുടെ റേഞ്ച് റോവർ മച്ചാൻ അങ്ങോട്ട് പോയി നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നോക്കാം. പക്ഷെ പോയി ചെക്ക് ചെയ്ത് വരട്ടെ മുന്നിലോട്ട് എന്താന്ന്. 360 ഇതാണ്. ഓ എന്തായാലും നല്ല ഫുട്ടേജ് കിട്ടും അത്. പൊളിച്ചേ കാല് കുഴപ്പമില്ലല്ലോ. വേദന ഉണ്ടോ? കാല് വേദന ഉണ്ടോ? കുഴപ്പമുണ്ടോ? നോക്കിയേ. സ്റ്റാൻഡ് നിൽക്കും നോക്കിയേ. ഇല്ല പക്ഷെ യു ഹാഡ് ഫൺ. കറങ്ങി അതെ. ഹാവിങ് ഫൺ. It is like when some small child you leave in playground. Yeah, exactly. Oh, your camera going down. That's why I was asking. Yeah. എന്തായാലും നല്ല ഫുട്ടേജ് കിട്ടിയിട്ടുണ്ടാവും അതില്. ഓണായിരുന്നോ? കാരണം കറക്റ്റ് ഇങ്ങനെ കിടന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല കിഡിലും ഫുട്ടേജ് കിട്ടിയാണ്. ആ ഓക്കെ. ഇതാണ് ഹാർഡാണോ? ആ ഇതൊരു വിധം തുഴഞ്ഞ് എത്തേണ്ടി വരും അല്ലേ? വീണ് എണീക്കേണ്ടി വരും. തള്ളേണ്ടി വരും. തിരിച്ചു വന്നോ? അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. Let's go baby, let's go. ഓ ഇനി ഇവിടുന്ന് തിരിക്കുമ്പോഴായിരിക്കും കയ്യിൽ നിന്ന് പോവാ. ഈ സൈഡിൽ കൂടെ തിരിച്ചാൽ വേണ്ട. തുടങ്ങാം. എനിക്ക് ടേണിങ് അടിക്കാൻ അത്ര അങ്ങ് കോൺഫിഡൻസ് പോരാ. ബട്ട് ലെറ്റ്സ് സീ. This is going to be an experiment, but we do it. Let's go. And ഇവിടെ എണീറ്റ് ഓടിക്കാനുള്ള ഇത് എനിക്കില്ല, കാരണം എൻ്റെ ഫ്രണ്ട് എങ്ങനായാലും here we go. We got this. Easy. Take it easy. We got this. Momentum. Keep the momentum. There we go. Keep the momentum. No. ആഹ്ലാദിക്കാറായിട്ടില്ല. Just not yet. അല്ല ബട്ട് റോക്ക് സ്റ്റാർ. കൊള്ളാം, ഗുഡ് ജോബ്. അപ്പോൾ ഇനി തിരിച്ച് നമ്മൾ മണലിലൂടെ മണലാരണ്യങ്ങൾ വേഗം ഹാർഡ് ഗ്രൗണ്ട് പിടിക്കാം. ഇതങ്ങ് തുഴഞ്ഞു പോയാൽ നേരെ തന്നെ പോയാൽ അങ്ങോട്ട് എത്തും. എന്താ അവസ്ഥ? അതോ സൈഡ് കയറ്റേണ്ടി വരുമോ? ആശാൻ അതും കൊണ്ട് പോയി നോട്ടെ. ഇതൊന്ന് ആ ഒരു മൊമെൻറ്റം പിടിച്ച് ഒരൊറ്റ പോക്കങ്ങ് പോകേണ്ടി വരും. ഹിമാലയം പോകുന്ന പോക്കൊക്കെ this is not going to be easy, but we're gonna try it regardless. അവിടെ താന്നു പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ റിസ്കി ആയിരിക്കും. അങ്ങനെ പിടിക്കണോ ഇങ്ങനെ പിടിക്കണോ? എനിക്ക് ഒന്ന് കിട്ടും.
കിട്ടേണ്ടതാണ്. എൻ്റെ മെയിൻ പ്രോബ്ലം ടയർ ഇതാണ് എന്നുള്ളതാണ് എൻ്റെ മെയിൻ പ്രശ്നം. ആശാൻ്റെ നമ്മുടെയൊക്കെ ഒരേ ടയറാണ്. ട്രാക്ഷൻ കൺട്രോളൊക്കെ ഓഫ് അല്ലേ? ഒരു സ്ട്രെച്ച് പിടിച്ചങ്ങ് പോകേണ്ടി വരും. ലെറ്റ്സ് ഗോ, ബാക്കി നോക്കാം. We got this. ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ പോകുന്നത്. Yes, we did it. We did it. Oh my God. Almost. We did something. Let's go. Come on, baby. ഈ പാച്ച് കുഴപ്പമില്ല, ഇങ്ങനത്തെ വലിയ കുഴപ്പമില്ല. ഇനി മണലാരണ്യങ്ങൾ വരുമ്പോഴാണ് അടുത്ത വെല്ലുവിളി. We need more practice. We need more practice. We definitely need more practice. And we need better tires. 100%. ഈ ടയറും വെച്ച് സ്കില്ല് കാണിക്കണമെന്ന് വാശി പിടിച്ചാൽ ചിലപ്പം നടന്നോളന്നില്ല. ഹിമാലയൻ ബ്രോ പൊളിക്കുക. അങ്ങനെയൊക്കെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ ബ്രോ? ഹി സ്കിൽഡ്. പക്ഷെ കുറച്ച് സാൻഡ് പാച്ച് പിടിച്ചപ്പോൾ ഏകദേശം ഒരു കുറച്ച് കോൺഫിഡൻസ് ഇങ്ങനെ കൂടും. വിൻഷീൽഡ് പക്ഷെ പൊളിച്ചു പോകുക. സാൻഡുണ്ടോ? പ്ലീസ് let me go through. There we go, we did it. അയ്യോ, സ്ലോ ആക്കിയാലേ. സാൻഡാണ് നമ്മുടെ ചാലഞ്ച്. ആൻഡ് മൊമെൻറ്റം ഈസ് അവർ ഫ്രണ്ട്. പക്ഷേ തൈസും കാഫും നല്ല വർക്കൗട്ടാ, പൊളിച്ച വർക്കൗട്ടാ. ഓ എൻ്റെ കാല് കുറച്ചിരിക്കാം. വി കീപ് മൂവിങ് ബേബി. ഇതേ നമ്മൾ മറ്റേ ക്യാമ്പേഴ്സിൻ്റെ അടുത്ത് പിന്നെ എത്തിയിരിക്കുന്നു. ABSൻ്റെ ഒരു ഇതും പഠിക്കണം. ABS ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് ഓഫ് റോഡിങ് പോകുമ്പോൾ സാൻഡിലാണെങ്കിൽ, മണ്ണിലാണെങ്കിൽ, ഗ്രാവലാണെങ്കിൽ, കല്ലിലാണെങ്കിൽ. മൊമെൻറ്റം ഈസ് യുവർ ഫ്രണ്ട്. നോ, സ്ലോ ആയിരുത്. പൊളിച്ച് മക്കളെ, പൊളിച്ച്. സാൻഡ് ബേബി. ആശാൻ പോയിട്ട് നമുക്ക് കയറാം. മൊമെൻറ്റം ഈസ് യുവർ ഫ്രണ്ട്. നമ്മുടെ മന്ത്രയാണത്. മൊമെൻറ്റം ഈസ് യുവർ ഫ്രണ്ട്. ഓക്കെ, ആശാൻ കയറി. ഇറ്റ്സ് മൈ ടേൺ. ലെറ്റ്സ് ഗോ. ഓ, നല്ലവണ്ണം പാളി. പക്ഷെ വി മെയ്ഡ് ഇറ്റ്. വണ്ടിയുടെ വെയിറ്റ് ഒരു വലിയ ഫാക്ടറാണ് കേട്ടോ. എനിക്ക് ഇത് കാണുന്ന വല്ല ഓഫ് റോഡ് പ്രോസ് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഐ ആം ജസ്റ്റ് എ ബിഗിനർ ട്രൈങ് ടു ഫിഗർ ഔട്ട് തിങ്സ്. എത്തി ചാലഞ്ച്. നമ്മുടെ അടുത്ത ചാലഞ്ച് എത്തിയിരിക്കുന്നു. ഇങ്ങനെ സൈഡിൽ കൂടെ എടുക്കണോ? സൈഡിൽ കൂടെ പോയാൽ എങ്ങനെ ഇരിക്കും? പക്ഷെ അവിടെ അതിലും വലിയ മണലാന്ന് തോന്നുന്നു. വേണ്ട, ആ മണലാരണ്യം കുറച്ചുകൂടെ ഹാർഡ് മണലാരണ്യാണ്. ആ ബ്രോ പോയിട്ട് നമുക്കെടുക്കാം. യെസ്, ലെറ്റ്സ് ഗോ. മൊമെൻറ്റം ഈസ് യുവർ ഫ്രണ്ട്. Come on baby, don't give up on me.
Come on. We got this. We got this. We got this. We got this. Come on, we got this. We got this, baby. We got this, baby. Let's do this shit. Come on. Come on. What is your friend? Ah. Ah. Woo! എന്താ ബ്രോ? അല്ല ഞാനെന്താ വെച്ചാൽ ബോക്സ് വെച്ചത് വീഴുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ലെഗ് സേഫ് ആണല്ലോ. ഷോ ഞാൻ അവിടെ ഒന്ന് ചെരിഞ്ഞു. ഞാൻ കൺഫ്യൂഷനെ വണ്ടി അവിടെ വെക്കണോ അതോ താങ്ങണോ? ഏയ് Himalayan bro is a pro. Bro is a pro. This is fun. ഞാനവിടെ വണ്ടി നിലത്ത് വെക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പോക്കാൻ. ഒരു വിധം കിട്ടി. ഇല്ലെങ്കിൽ അവിടെ ഞാൻ വെച്ചിട്ട് എണീറ്റാണ്. ആ ഒന്നും കൂടെ ഇല്ലേ അതോ ഇനി ഇതാണോ ലാസ്റ്റ്? ആണോ? ആ അപ്പോൾ പിന്നെ ഇനി ഉണ്ടാവില്ല. എന്തോ ഓടിക്കുന്നേ? ആ അതെ അതെ. ആ വീഡിയോ ലാസ്റ്റ് എത്തുന്നതിന് മുന്നേ വേണമെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് 2 റൗണ്ട് അടിക്കാൻ വേണമെങ്കിൽ. അതെ അതെ ആശാൻ. അതെ ഞാൻ വണ്ടി അവിടെ ഇട്ടു എന്ന് വിചാരിച്ചു. ചെരിഞ്ഞ് ഞാൻ താങ്ങി താങ്ങി ഒന്ന് വലിയ ലാസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു വിധം ഒരു വിധം പോകുന്നുണ്ട്. ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിലുള്ള കാളൽ ഞാൻ മാത്രം അറിയുന്നുള്ളൂ. നിലവിളിയാണ് ഇതിൻ്റെ ഉള്ളില്. ചൂടായി ചൂടായി. ഇത് കഴിഞ്ഞോട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാനും ഇതും കൂടെ കൊണ്ട് തള്ളിയിട്ടാൽ. വേറെ 650 ഇൻറ്റർസെപ്റ്ററിൻ്റെ ഒരു കുറച്ചുകൂടെ ഒരു ഓഫ് റോഡ് ഓറിയൻറ്റഡ് വണ്ടിയുണ്ട്. ഇൻറ്റർസെപ്റ്ററിൻ്റെ ബേസിക്കലി സെയിം തിങ്. എന്നിട്ട് അത് കൊണ്ടുപോയി ആദ്യമായിട്ട് ഓഫ് റോഡ് പോകും അവിടെ. അതുകൊണ്ട് കൊണ്ടുപോയി തള്ളിയിട്ട് ഗിയർ ലിവറൊക്കെ പൊട്ടിച്ച് തിരിച്ചു കൊണ്ടു കൊടുത്തു. അല്ല ഞാൻ പിന്നെ തീരുമാനിച്ചു വണ്ടി എടുത്ത് ഓഫ് റോഡിനോ കോർണറിങ്ങിനോ ക്ലീനിങ്ങോ ഒന്നും നിൽക്കില്ല. സമാധാനത്തിൽ വീഡിയോ എടുക്കാൻ തിരിച്ചു കൊടുക്കുക. അവനവൻ്റെ വണ്ടിയാണെങ്കിൽ എന്ത് കുന്തളിപ്പം കാണിക്കാം. പോവാം. Come on. ഇത് കൊള്ളാം. ഈ ആംഗിൾ കൊള്ളാം. നമ്മുടെ ആകെയുള്ള ഇന്നത്തെ ടാർഗറ്റ് ഫിനിഷ് ദി ഓഫ് റോഡ് ട്രാക്ക് വിത്തൗട്ട് ഫോളിങ്. അത്രേ ഉള്ളൂ. ചെറിയ ആഗ്രഹങ്ങളെ നമുക്കുള്ളൂ. ഓഫ് റോഡ് ചെയ്യാനായിട്ട് ഒരു ഹിമാലയൻ എടുക്കണതേ. ലെറ്റ്സ് ഗോ. അവിടെ മണലുണ്ടോ? പക്ഷെ മണലിൽ എനിക്ക് എണീറ്റ് ഓടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. എന്നാ അയ്യോ ചൂടായിട്ടോ. ചൂടായി. സമയം എന്തായി? 7:30 ആയിട്ടുള്ളൂ. ചൂടായി. I'll heat baby. Come on baby, we got this. എല്ലാം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പോലെ. This is fun. Going back is fun.
ക്ലച്ച് ഈസ് വെരി എസെൻഷ്യൽ കേട്ടോ. അതായത് അണ്ടസ് ഈ നിങ്ങൾ DCT പ്രോ ആണെങ്കിൽ കുഴപ്പമില്ല. അതായത് ഞാനല്ല, ഞാൻ പ്രോ അല്ല. അപ്പോൾ ആരെങ്കിലും DCT പ്രോ ആണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അല്ലെങ്കിൽ ക്ലച്ച് ഈസ് വെരി 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 ഹെൽപ്ഫുൾ. ഒട്ടകത്തിൻ്റെ കാൽപാദങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റോട്ടിൽ. പക്ഷെ ഇപ്പോൾ ഞാനത് ഫോക്കസ് ചെയ്താൽ നമ്മുടെ റൈഡിങ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് വി ആർ നോട്ട് ചെക്ക് ചെയ്താൽ. ഓ കട ചക്ക 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 ചക്ക. Woo! Momentum is your friend. Momentum is your friend. Keep going. Momentum is your best friend. അമ്പോ ഇത് പൊടിച്ചു പോവാ. Slow. കൊള്ളാം. ഓ അവർ വരുന്നു. ഇത് പോകുന്നു നമ്മുടെ. നമ്മൾ വരിവരായിട്ട് പോകല്ലേ നല്ലത്? അതാകുമ്പോൾ അതൊന്ന് വരിവരായിട്ട് പോവാം. 1 by 1. Momentum is your friend. Momentum is your friend. എനിക്ക് തോന്നുന്നു നമ്മളിത് മാനുവൽ ഇടേണ്ടി വരും. DCT ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗിയർ ചേഞ്ച് വരുന്നുണ്ട്. Oh, sand. Momentum is your friend. Momentum is your friend. Oh. Momentum is your friend. Let's go. We got this, baby. We're reaching the end of the stretch. Road atare. ബ്രോ ഇവിടെ നിർത്തിയിട്ടൊരു ഫോട്ടോ എടുക്കാം. ഇങ്ങനെ ഇട്ടാലോ? ഇങ്ങനെ ഇടാം, ഫോട്ടോ എടുക്കാൻ. ബ്രോ എടുക്കാം. അതാണ് ലാൻഡ്സ്കേപ്പിൽ എടുക്കണം ബ്രോ. എനിക്ക് തംബ്നെയിലാക്കാം. താങ്ക് യു. നമ്മൾ തിരിച്ച് മറ്റേ ലാസ്റ്റ് ടെക്സ്റ്റിൽ പോയിട്ടല്ലേ പോകുന്നത്? അതോ നേരെ എങ്ങടാ ലാസ്റ്റ് എക്സിറ്റ് ഇവിടെ ഡിസ്പേഴ്സ് ചെയ്യണോ?
അതെ, ചൂടായി തുടങ്ങി. ആ ഞാൻ എല്ലാവരുടെ അടുത്തോടെ ഒന്ന് വരാം. ശരി ബ്രോ, കാണാം, വിടാം നെക്സ്റ്റ് ടൈം. ഓക്കെ, സീ ബ്രോ നെക്സ്റ്റ് ടൈം, സീ നെക്സ്റ്റ് ടൈം. ശരി ബ്രോ, കാണാം നെക്സ്റ്റ് ടൈം. ശരി ബ്രോ, ശരി കീർത്തി, വിട്ടേക്കാം. ഇല്ല, അത് ഞാൻ എടുത്തില്ല. അല്ല, ഞാൻ അറിഞ്ഞോണ്ട് ഓഫ് ചെയ്തു. മറ്റേ കീർത്തിക്ക് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങാനുള്ള സമയം കൊടുക്കണ്ടേ. പേരൊക്കെ വരും കുറച്ച് കഴിഞ്ഞല്ലേ. Yeah. We will not able to bring the bikes outside. No, if I had the boots, I would have gone. But this, the fear of No, not just for you. yeah. Because also Not easy. When I was riding in the sand, I was feeling sick. My biceps are working. Yeah. you need physical strength to do this. It's Otherwise, not easy. it won't work. Even on track day is very easy for me. But this is So basically, I'll tell you, when you ride on the MotoGP, there is more of the bike and Yeah. less of a rider. But here is more of the rider Yeah. of the bike. എന്നാ വിട്ടേക്കാം. ഓക്കെ, താങ്ക് യു ഗൈസ്. Wagis are good, but the thing is that if you don't have proper protection, it will damage more than the sand. Yeah. Yeah. The sand is, I just fell down. If I fell the same in the water, Nothing will happen. the half of the bike will need to change. But one thing is there, if you are too aggressive, you will burn your clutch plate. Yeah. That's why I told them don't not to take because if you have not experienced or at least you don't have tight tires like this, then you won't make it. But at least you guys came and had an experience something. Yeah. You know now what you have to work on. We need a lighter motorcycle. Because see, it's very simple. Even when we go to the gym, we start with the small dumbbells, then we go to the big dumbbells. So it's like that only. This bike also go. We all come, but there is need first proper tire for it, and second skill. And physical fitness also to handle this bike. After 5 minutes, I was feeling the pain in both my arms. Like the bike is going this side, if I turn it this side. Yeah, that is counter. Counter You have to do steering. counter. Like in cars, like in machine. I feel my bike. I was going like this, but I was going this side. So that's why when you throttle, na, it is fishtailing, like a fishtail. Yeah. You have to keep the handle straight. Then it will just follow. You will gas it. It will move like this, but the bike will go straight. I think at that point I leaned too much. Yes. So if it is fishtail and you are going like this, you will fall like that. Oh yeah, that's how I felt. Oh, that was the end. ശരി ബ്രോ, കാണാം. ശരി ബ്രോ. That was the end of the ride. കൊള്ളാം. A good experience, a good beginner experience. ഇനി പറഞ്ഞ പോലെ ടയർ വേണം എന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്ലാൻ എന്നുള്ളത്. So let's just get out of this off-road, main റോഡിൽ കയറാം and then നേരെ head back home. അധികം വൈകിട്ടില്ല, നേരെ 7:50 ആയുള്ളൂ. ആണോക്കെ എൻ്റെ ഫോൺ കുലുക്കുന്നു നോക്കി, അതാണ് ഞാൻ പറഞ്ഞത്.
കുറച്ചങ്ങ് എത്തിയിട്ട് മെയിൻ റോഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫോണെടുത്ത് പോക്കറ്റിലിടണം. ഫോൺ കേട് വരാൻ പറ്റില്ല. വി കനോട്ട് റിസ്ക് ഇറ്റ്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. മൈ തോട്ട്സ്, വെരി ഫൺ എക്സ്പീരിയൻസ്. ഇത് ഒന്ന് പരിചയിച്ച് ശീലിച്ചുണ്ടല്ലോ പൊളിക്കും. ഓഫ് റോഡിൻ്റെ ഫൺ ഈസ് സംതിങ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ടൂറിങ് ഈസ് ഓൾസോ ഫൺ. എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതൽ ടൂറിങ്ങിലോട്ടാണ് ഇൻട്രസ്റ്റ്. ഓഫ് റോഡ് ഈസ് ഫൺ, എല്ലാം ഇൻട്രസ്റ്റാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ സോൾ ടൂറിങ്ങിലാണ് തോന്നുന്നു, മോട്ടോർ സൈക്കിൾ ടൂറിങ്ങിൽ. That's the road. Here we go! That was the end of today's ride, ladies and gentlemen. ഇനി അടുത്ത കലാപരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഐ വിൽ സീ യു ഗൈസ് വെരി 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 സൂൺ. നമ്മുടെ ഒമാൻ ട്രിപ്പ് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ ബാക്കിയുണ്ട്. സോ അതും ബാക്കി കിടപ്പുണ്ട്. സോ വിൽ ഡു എവറിത്തിങ്. എല്ലാം വഴിയെ വരും. സോ ഇനി നേരെ സ്ട്രെയിറ്റ് ബാക്ക് ഹോം. ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് റൈഡ് സേഫ് എവറി വൺ. വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.